പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ 29ാമത്തെ നോമ്പിലാണ്, 29ാമത്തെ ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് പെരുന്നാൾ രാവിലേക്ക്, ശവ്വാൽ 1-ാം രാവിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ ചെയ്യേണ്ട, പറയേണ്ട, മനസ്സിലാക്കി വെക്കേണ്ട ഒരു 6ഓളം കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വിശദമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചെടുക്കാം. ഇനി നിലാവ് കണ്ടില്ലെങ്കിൽ നാളെ റമദാൻ 5ാമത്തെ വെള്ളിയാഴ്ച 30ാമത്തെ നോമ്പായിരിക്കും. മാത്രമല്ല ഇന്ന് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം, തറാവീഹ് നമസ്കാരം, റമദാനിലെ അവസാന തറാവീഹ് നമസ്കാരമായിരിക്കും നിലാവ് കണ്ടില്ലെങ്കിൽ. അപ്പോൾ നിലാവ് കണ്ടാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിലാവ് കണ്ടില്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്ന ഇന്നത്തെ ഈ ക്ലാസ് എല്ലാവരും കാണണം. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ മനസ്സിലാക്കി വെക്കണം. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ആകമാനം, ഇന്നിപ്പോൾ ഇൻസ്റ്റഗ്രാം എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും യൂട്യൂബ് എടുത്താലും വാട്സപ്പിൽ തന്നെ പല ചർച്ചകളാണ്. എന്തെന്ന്, വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരേ ദിവസം വന്നാൽ പെരുന്നാൾ നിസ്കരിച്ചാൽ മതി, ജുമാ നിസ്കരിക്കേണ്ട കാര്യം ഇല്ല. ഇത് ഭയങ്കര ചർച്ചയാണ്. കാരണം നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ ഇപ്പോൾ ഭയങ്കര ചർച്ചയാണ്. അവർ തന്നെ തമ്മിലടിക്കാൻ. അതുകൊണ്ട് എന്താണ് ഉസ്താദ്, ഈ നമുക്കും ഉണ്ടാവില്ല, അങ്ങനെ ശരിയാണോ ഉസ്താദെ? വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നാൽ പെരുന്നാൾ മാത്രം നിസ്കരിച്ചാൽ മതിയോ, ജുമാ നിസ്കരിക്കണോ? ചോദ്യമില്ലേ, സംശയമില്ലേ? ഉണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ വ്യക്തമായ ഉത്തരം ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഒന്ന് കേട്ടു നോക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽഫായിസീന അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ള വിശുദ്ധമായ റമദാനിൽ അള്ളാഹുവിൻ്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നിഅമത്തുകളും ബറകാത്തുകളും മഗ്ഫിറത്തുകളും അള്ളാഹുവിൻ്റെ മാപ്പും സ്വർഗപ്രവേശനവും നരകമോചനവും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും എല്ലാം റബ്ബ് നമുക്ക് ഓശാരമായി തന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ പരിപാവനമായ റമദാനിന്റെ 29ാമത്തെ നോമ്പിലാണ്, ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇന്ന് റമദാനിന്റെ 29ാമത്തെ ദിവസമാണ്. ഒരു പക്ഷേ ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ നമ്മൾ ചെറിയ പെരുന്നാൾ രാവിലേക്ക്, ശവ്വാൽ 1-ാം രാവിലേക്ക് കടക്കുകയാണ്. എന്നാൽ ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ നമ്മൾ റമദാനിന്റെ അവസാനത്തെ ദിനത്തിലാണ് ഉള്ളത്. ഒരുപക്ഷെ ഈ പകൽ റമദാനിന്റെ അവസാനത്തെ പകലാവാം, അല്ലെങ്കിൽ റമദാനിന്റെ അവസാനത്തെ നോമ്പാവാം. ഇന്നലെ നമ്മൾ നമസ്കരിച്ചത് റമദാനിന്റെ അവസാനത്തെ തറാവീഹ് നമസ്കാരം ആയേക്കാം. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല, ചിലപ്പോൾ നിലാവ് കാണാം, അല്ലെങ്കിൽ നിലാവ് കാണാതെ ചിലപ്പോൾ നമുക്ക് 30 നോമ്പും ഉണ്ടായേക്കാം. എന്തുമാവട്ടെ, അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈ റമദാനിൽ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും സ്വീകരിക്കുന്നവരുടെ ഗണത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീക്ക് തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇനി നിലാവ് കണ്ടില്ലെങ്കിലോ, ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നും നമുക്ക് തറാവീഹ് നമസ്കാരം ഉണ്ടാകും. അതായത് 30ാമത്തെ തറാവീഹ് നമസ്കാരം ഉണ്ടാകും. അതെല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കണം. അതുപോലെ തന്നെ നാളെ വെള്ളിയാഴ്ച റമദാനിന്റെ അവസാനത്തേതും 5ാമത്തേതുമായ വെള്ളിയാഴ്ച ദിനമായിരിക്കും. അതോടൊപ്പം തന്നെ നാളെ മഗ്‌രിബോടുകൂടി നമ്മൾ പെരുന്നാൾ രാവിലേക്ക് കടക്കുകയും ചെയ്യും, നിലാവ് കണ്ടില്ലെങ്കിൽ. ഇനി ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാലോ, നമ്മൾ വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ ദിനമൊക്കെ വിട പറഞ്ഞ് നമ്മൾ ശവ്വാൽ മാസത്തിന്റെ ആദ്യത്തെ രാവിലേക്ക്, പെരുന്നാൾ രാവിലേക്ക് കടക്കും. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ പിന്നെ തക്ബീർ ആയിരിക്കും നമ്മൾ പറയുക. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഇനിയും ജീവിതത്തിൽ ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനുള്ള മഹാസൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നിലാവ് കണ്ട ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് ചിലപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ 7 മണിക്കോ അല്ലെങ്കിൽ 7:30-ക്കോ 8 മണിക്കോ 8:30-ക്കോ ചിലപ്പോൾ 9 മണി, നമുക്ക് അത്രയൊക്കെ കൂട്ടാം. 9 മണി അങ്ങനെയൊക്കെ വന്ന സമയങ്ങളുണ്ട്. കാരണം എവിടെയെങ്കിലുമൊക്കെ നിലാവ് കണ്ടാൽ അത് ഖാദിമാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അത് അവർ ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും നമുക്കത് പെരുന്നാളാണെന്ന് നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുക. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ താമസിച്ച് ഒരു 9 മണിക്ക് മുമ്പ് ഏതായാലും അറിയാൻ പറ്റും. അത് ചിലപ്പോൾ നേരത്തെ തന്നെ 7 മണിക്കോ 7:30-ക്കോ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം നമ്മളെല്ലാവരും വാർത്തയൊക്കെ വെച്ച് നോക്കുമല്ലോ, അല്ലെ? TV കാണാം, ചിലപ്പോൾ TV-യിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒക്കെ നമ്മൾ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിലാവ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? പെരുന്നാളായി എന്ന് പറഞ്ഞ് പോകലല്ല, മറിച്ച് അവിടെ വെച്ച് നമ്മൾ പറയണം. എന്തു പറയണം? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വൽ ഇസ്ലാമി വത് തൗഫീഖി ലിമാ തുഹിബ്ബു വ തർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്.
ഈ ദിക്ർ മറന്നു പോവണ്ട, ഈ ദുആ മറന്നു പോവണ്ട. ഒരു മാസത്തിന്റെ തുടക്കം ഈ ദുആ പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ മാസം മുഴുവനും അള്ളാഹു അവനിക്ക് ഖൈർ കൊടുക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടു എന്നറിഞ്ഞാൽ പെരുന്നാളായി ആയിക്കോട്ടെ, പക്ഷേ നിലാവ് കണ്ടു, ശവ്വാൽ അമ്പിളി മാനത്ത് വന്നാൽ എന്തു പറയണം? ഈ ഒരു ദുആ നമ്മൾ മറക്കാതെ പറയണം. ഇത് പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ്. അള്ളാഹുവേ, ഈ മാസം ഞങ്ങൾക്ക് ഈമാനിന്റെ മാസമാക്കണം, തഖ്വയുടെ മാസമാക്കണം, ഇസ്തിഖാമത്തിന്റെ മാസമാക്കണം, ഖൈറിന്റെ മാസമാക്കണം, അതുപോലെ ബറക്കത്തിന്റെ മാസമാക്കണം, എല്ലാവിധ നിഅമത്തും കിട്ടുന്ന മാസമാക്കണേ അല്ലാ എന്നാണ് അതിന്റെ അർത്ഥം. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ ഇന്നത്തെ രാത്രി ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളൊക്കെ തിരക്കായിരിക്കും. ഫിത്ർ സക്കാത്ത് അങ്ങോട്ട് കൊടുക്കുന്ന, ഇങ്ങോട്ട് കൊടുക്കുക, വാങ്ങുക, അതൊക്കെ തിരക്കായിരിക്കും. ആയിക്കോട്ടെ, തിരക്കായിക്കോട്ടെ. പക്ഷേ സൂറത്തുൽ മുൽക്ക് ഒരു 4 മിനിറ്റ് മതി. 4 മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെക്കണേ. സൂറത്തുൽ മുൽക്ക് ഓതാൻ വിട്ടുപോകരുതേ. ഉമ്മച്ചിമാരെ, വാപ്പമാരെ, ഒരു ഏതെങ്കിലും ഒരു സമയത്ത് ഒരു 4 മിനിറ്റ്, ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചിട്ട്, അതായത് ബറക്കത്തുണ്ടാകുന്നതാണ്, സലാമത്തുണ്ടാകുന്നതാണ്, സന്തോഷമുണ്ടാകുന്നതാണ്, അപകടങ്ങളെ തൊട്ടുള്ള കാവലുണ്ടാകുന്നതാണ്, ആക്സിഡന്റുകളെ തൊട്ടുള്ള കാവലുണ്ടാകുന്നതാണ്, രോഗങ്ങളെ തൊട്ടുള്ള, പ്രതിസന്ധികളെ തൊട്ടുള്ള വലിയ അള്ളാഹുവിന്റെ കാവൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ 2 കാര്യം: ഒന്ന്, ഈ ദിക്ർ പറയുക; രണ്ടാമത്തേത്, ഈ വിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് ഓതുക. ഇനി മൂന്നാമത്തേത്, ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ ഫിത്ർ സക്കാത്തിന്റെ കാര്യം മറന്നു പോവരുതേ. ഇന്നലത്തെ ബുധനാഴ്ച രാവിലെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ട വീഡിയോ വേറൊന്നുമല്ല. എന്താണ് ഫിത്ർ സക്കാത്ത്, എങ്ങനെയാണ് ഫിത്ർ സക്കാത്ത്, എന്തിനാണ് ഫിത്ർ സക്കാത്ത്, എവിടെയാണ് കൊടുക്കേണ്ടത്, ആരാണ് കൊടുക്കേണ്ടത്, ആരാണ് വാങ്ങേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത്, വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് സമയം പോലെ നിങ്ങൾ കണ്ടു നോക്കുക. ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ മറന്നു പോവരുതേ. 2.5 കിലോ അടിസ്ഥാനമാക്കി അതിന്റെ മുകളിലേക്ക് 2.25 3 കിലോയോ 4 കിലോയോ ഒക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല. ഫിത്ർ സക്കാത്തിന്റെ കാര്യം വിട്ടുപോവണ്ട. അതായത് ഫിത്ർ സക്കാത്ത് ഇന്ന് മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ ഇന്നത്തെ രാത്രിയും അതുപോലെ നാളെ പെരുന്നാൾ നമസ്കാരത്തിന് ഇമാമ തക്ബീർ കെട്ടുന്നതിന് മുമ്പ് വരെയുള്ള ടൈം, അത്രയുമാണ് നമുക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ള ടൈം. അതിനുള്ളിൽ ഫിത്ർ സക്കാത്ത് കൊടുത്തേക്കണേ. ഇല്ലെങ്കിൽ അത് നമ്മുടെ നോമ്പിനെ സാരമായി ബാധിക്കും. നമ്മുടെ നോമ്പുകളെല്ലാം അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി ആ നോമ്പ് അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ അടിയേ ഒരു താങ്ങ് കൊടുക്കണം, ഒരു തള്ളു കൊടുക്കണം. അത് ഏതാണ്? ഫിത്ർ സക്കാത്താൻ. നമ്മുടെ സമ്പത്തിന് അഴുക്കുണ്ട്, അതിന് നമ്മൾ സക്കാത്ത് കൊടുക്കും. നമ്മുടെ ശരീരത്തിന്റെ അഴുക്ക് പോവാൻ ഫിത്ർ സക്കാത്താൻ. പിന്നെയോ തക്ബീർ അധികരിപ്പിക്കണേ. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ തക്ബീർ അധികരിപ്പിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ തക്ബീറിന്റെ ധ്വനി ഉണ്ടാകും, തക്ബീർ അടങ്ങിയ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാ ഉമ്മമാരും വാപ്പമാരും പങ്കെടുക്കാൻ വിട്ടുപോവണ്ട. പിന്നെയോ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ പെരുന്നാൾ രാവാൻ, പെരുന്നാൾ രാവിൽ ഇസ്തിഗ്ഫാർ പറയണേ. അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ നന്നാകുന്നതാണ്, സമ്പത്തിൽ ബറക്കത്തുണ്ടാകുന്നതാണ്, അതുപോലെ തന്നെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതാണ്, എല്ലാ പ്രശ്ന പ്രയാസങ്ങളെ തൊട്ടുള്ള കാവലും അല്ലാഹു നമുക്ക് തരുന്നതാണ്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. പിന്നെയോ ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ പെരുന്നാൾ ആശംസകൾ പറയണേ. എല്ലാവരും ഈദ് മുബാറക്, ഈദ് മുബാറക്, ഈദ് മുബാറക്. അതല്ല, ഈദ് മുബാറക് അല്ല, മറിച്ച് എന്താ പറയേണ്ടത്? ഈദ് മുബാറക് എന്ന് പറഞ്ഞാൽ ഒരു പെരുന്നാൾ ആശംസ പറയലാകും, പക്ഷെ എന്താവൂല, അള്ളാന്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടൂല. പടച്ചോന്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടണമെങ്കിൽ എന്ത് പറയണം? തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ എന്ന് പറയണം. എന്താ പറയേണ്ടത്? തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ. അല്ലാഹു തആല ഞാൻ ചെയ്ത, നിങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇതാണ് ഇതാണ് പെരുന്നാൾ ആശംസ. ഇതാണ് പെരുന്നാൾ ആശംസ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ. ഇത് പറയാൻ വിട്ടുപോകരുതേ. ഈദ് മുബാറക്, ഈദ് മുബാറക് അതിപ്പോൾ നമ്മളെല്ലാവരും അയക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ പെരുന്നാൾ ആശംസ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ദുആയാണ്, ദുആ പറയലാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ എന്ന് പറയണം കേട്ടോ. അങ്ങനെ പറഞ്ഞാലാണ് പ്രതിഫലം കിട്ടുക.
മറ്റത് പറയാൻ പാടില്ലെന്നല്ല, പ്രതിഫലം കിട്ടണമെങ്കിൽ ഇത് ചെയ്യണം. ഇന്നത്തെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടു. നാളെ വെള്ളിയാഴ്ച പെരുന്നാളാണെങ്കിൽ പെരുന്നാൾ നമസ്കാരമുണ്ട്. അതോടൊപ്പം തന്നെ ജുമാ നിസ്കാരവും നിർബന്ധമാണ് കേട്ടോ. ജുമാ നിസ്കാരത്തിന് പുരുഷന്മാരൊക്കെ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കണം. ഇവിടെ ചില ആൾക്കാർ ഒരു ചർച്ചയുണ്ട്. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ആകമാനം, ഇന്നിപ്പോ ഇൻസ്റ്റഗ്രാം എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും യൂട്യൂബ് എടുത്താലും വാട്സപ്പിൽ തന്നെ പല ചർച്ചകളാണ്. എന്തെന്ന്, വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരേ ദിവസം വന്നാൽ പെരുന്നാൾ നിസ്കരിച്ചാൽ മതി, ജുമാ നിസ്കരിക്കേണ്ട കാര്യം ഇല്ല. ഇത് ഭയങ്കര ചർച്ചയാണ്. സത്യം പറഞ്ഞാൽ ഞാനിതിപ്പോൾ പറഞ്ഞപ്പോൾ പല ഉമ്മമാരും വാപ്പമാരും ഇത് ആദ്യമായി കേൾക്കുന്നത് പോലെ ആയിരിക്കും അല്ലേ. അങ്ങനെയുണ്ടോ ഉസ്താദേ? അങ്ങനെയൊന്നും ഇല്ലല്ലോ, പണ്ട് മുതലേ ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരിക. പക്ഷെ ഇന്ന് ചില ആളുകൾ പറയുന്നു വെള്ളിയാഴ്ചയും പെരുന്നാൾ ദിവസവും ഒരേ ദിവസമായാൽ പെരുന്നാൾ മാത്രം നിസ്കരിച്ചാൽ മതി, ജുമാ എന്നും നിർബന്ധമില്ല. അതിന് ഹദീസൊക്കെ പറയുന്നുണ്ട്, ഭയങ്കര ഹദീസൊക്കെ ഓതുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പലരും ഇന്ന് പറയുന്നത്. സത്യാവസ്ഥ പറഞ്ഞുതരാം, വേറെ ഒന്നുമല്ല. ഒരു ഹദീസിൽ, അതായത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഈ മദീന എന്ന് പറഞ്ഞാൽ അറിയാം, മലം പ്രദേശമാണ്. അപ്പോൾ ഈ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി രാവിലെ മദീനത്തെ പള്ളിയുടെ അടുത്തുള്ള സ്വഹാബിമാർ വരും പോലെ തന്നെ ദൂരെ നിന്നുള്ള, അതായത് മലയുടെ മുകളിലൊക്കെ താമസിക്കുന്ന, വലിയ താഴ്വരകളിലൊക്കെ താമസിക്കുന്ന, ഒരുപാട് ദൂരെ അകലങ്ങളിൽ താമസിക്കുന്ന സ്വഹാബിമാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ വലിയ പ്രയാസപ്പെട്ടാണ് ഈ പെരുന്നാൾ നിസ്കാരത്തിന് വരുന്നത്. അപ്പൊ അവർ വന്ന് പെരുന്നാൾ നിസ്കരിക്കും. അപ്പൊ ഈ പെരുന്നാൾ നിസ്കരിച്ചിട്ട് അടുത്തുള്ള ആളുകളൊക്കെ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും. അപ്പൊ ഈ ദൂരെയുള്ള സ്വഹാബിമാര് അവര് ഈ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും അവര് വലിയ പ്രയാസപ്പെട്ട് കിലോമീറ്ററുകൾ നടന്ന്, അന്നിപ്പോ ഈ കാർ ബസ്സൊന്നും ഇല്ലല്ലോ, കിലോമീറ്ററുകൾ നടന്ന് അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും ജുമഅക്ക് അതേ രൂപത്തിൽ വരൽ അവർക്ക് ഭയങ്കര പ്രയാസമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ ഞങ്ങൾ ഇനി പോയാൽ തിരിച്ചു വരേണ്ടതുണ്ടോ? അപ്പൊ നബി തങ്ങൾ അവർക്ക് മാത്രം കൊടുത്ത ഒരു ഇളവാണ് എന്ത്, നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യുക, ജുമാ നിസ്കരിക്കേണ്ട വീട്ടിൽ എന്ത് ചെയ്യുക, ളുഹർ നിസ്കരിച്ചാൽ മതി. അത് അവർക്ക് ആ കാലത്ത് കൊടുത്ത ഇളവാണ്. ഇന്നിപ്പോ നമുക്ക് അത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം ഇന്ന് മുക്കിന് പള്ളികളാണ്. ഇനിയിപ്പോ ദൂരെ പള്ളിയാണെങ്കിലും ഏത് വീട്ടിലാണ് കാറില്ലാത്തത്, ബൈക്കില്ലാത്തത് അല്ലേ? സുഗമമായി നമുക്ക് പള്ളിയിലേക്ക് എത്താം. അപ്പം നിസ്കരിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തുന്നത് പോലെയാണ് ഇതിനെ വാദിക്കുന്ന ആളുകളുടെ വർത്തമാനം കേട്ടാൽ. ഒരിക്കലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യരുത്. പെരുന്നാൾ നിസ്കാരം നമ്മൾ നിസ്കരിക്കൂ, അത് സുന്നത്താണ്. ജുമാ നമസ്കാരം അതിന് പെരുന്നാൾ ദിവസം, ചെറിയ പെരുന്നാൾ ദിവസം ആയാലും ബലിപെരുന്നാൾ ദിവസമായാലും നമുക്ക് ജുമാ നിസ്കാരം നിർബന്ധമാണ്. ആ കാര്യം മനസ്സിലാക്കണേ. അത് കേട്ട് ഇനി ഉമ്മമാരിന് പള്ളിയിലേക്ക് പോകാൻ നിൽക്കേണ്ട, ജുമാ നിസ്കരിക്കാൻ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ളുഹർ നമസ്കരിച്ചാൽ മതി. ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി വരുന്ന കാലങ്ങളിലും ഇതിനേക്കാൾ വലിയ ഫിത്നയും ഫസാദുമായിട്ട് ഇതുപോലത്തെ കൂട്ടർമാർ വന്നാൽ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. മാത്രമല്ല നമ്മളൊക്കെ ഇനി പുതുവസ്ത്രമൊക്കെ എടുത്തു വെക്കും അല്ലെ. അൽഹംദുലില്ലാ, പുതിയ വസ്ത്രം ധരിക്കാൻ ഉള്ള തിരക്കിലായിരിക്കും നമ്മുടെ മക്കള്. പുതിയ ചെരുപ്പ് ധരിക്കാൻ അല്ലെ, പുതിയ ചെരുപ്പ് ധരിക്കാനും ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മൈലാഞ്ചിയൊക്കെ ഇടുന്നുണ്ടാകും. അതൊക്കെ വലിയ സന്തോഷമാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമുക്ക് സന്തോഷം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതുവസ്ത്രം ധരിക്കുമ്പോൾ ഒരു ദുആ എൻ്റെ ഉമ്മമാരും വാപ്പമാരും മറന്നു പോവാൻ പാടില്ല. പുതുവസ്ത്രം ധരിക്കുമ്പോൾ ഉള്ള ദുആയുണ്ട്. ഏതാണ് ആ ദുആ? പല തരത്തിലും ദുആകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ദുആ വളരെ ശ്രേഷ്ഠതയുള്ള ദുആയാണ്. ഏതാണത്? അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ഒരുപാട് ദുആകളുണ്ട്. അതിൽ എളുപ്പമുള്ളൊരു ദുആയാണിത്, വസ്ത്രം ധരിക്കുമ്പോഴുള്ള ദുആ. അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. അല്ലാഹുവേ, സർവസ്തുതിയും നിനക്കാകുന്നു. എങ്ങനെയുള്ള അല്ലാഹുവാണ്? കസാനി, അല്ലാഹുവേ നീ എനിക്ക് വസ്ത്രം തന്നു, നീ എന്നെ വസ്ത്രം ധരിപ്പിച്ചു. വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. അല്ലാഹുവേ പടച്ചവനെ, യാതൊരു കഴിവും ശക്തിയും കൂടാതെ എനിക്ക് ഈ വസ്ത്രം നൽകുകയും ഇത് എന്നെ അണിയിക്കുകയും ചെയ്ത അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. ഇതാണ് ആ ദുആ. ഏതാണത്? ഒന്നുകൂടെ പറഞ്ഞ്. അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ഈ ഒരു ദുആ പറയണേ, മറന്നു പോവരുതേ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും തരുമാറാവട്ടെ. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാളെ ശവ്വാൽ 1 മറ്റന്നാൾ ശവ്വാൽ 2. ശവ്വാൽ മാസത്തിൽ ഒരു 6 നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണ്. റമദാൻ മാസം കഴിയുമ്പോൾ പിശാച് വിചാരിക്കും, ആഹാ
റമദാനിലല്ലേ ഇവൻ നോമ്പ് പിടിച്ചുള്ളൂ, ഇനി അവൻ നോമ്പൊന്നും പിടിക്കില്ലായിരിക്കുമെന്ന് പിശാച് കരുതുമെന്നാൻ. അപ്പോഴാണ് ശവ്വാലിലെ 6 നോമ്പ് ഒരു മനുഷ്യൻ പിടിക്കുന്നത് എങ്കിൽ മൻ സ്വാമ റമദാന ثم أتبع ستا من شوال كان كصيام الدهر, കാലഘട്ടം മുഴുവനും നോമ്പ് പിടിച്ചവനെ പോലെ, വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ചവനെ പോലെയാണ്. അത്രമാത്രം പ്രതിഫലമാണ് റമദാനിൽ നോമ്പ് പിടിക്കുകയും റമദാനിന് ശേഷം ശവ്വാൽ മാസത്തിലെ 6 നോമ്പ് പിടിക്കുകയും ചെയ്താലുള്ള നേട്ടം. ഇനി റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയ ഉമ്മമാർ ഈ കൂട്ടത്തിലുണ്ടാകും. അവർക്ക് ഈ ശവ്വാലിൽ പിടിക്കുന്ന നോമ്പിൽ എന്താണ് റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പിന്റെ നിയത്ത് കൂടി വെച്ചാൽ ശവ്വാൽ മാസത്തിൽ നോമ്പ് പിടിച്ച പ്രതിഫലം കിട്ടും. റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പിന്റെ കൂലിയും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ശവ്വാൽ മാസത്തിലെ 6 നോമ്പ് അത് വിട്ടുപോവണ്ട. അത് തുടർച്ചയായിട്ട് പിടിക്കലാണ് ഏറ്റവും നല്ലത്. ശവ്വാൽ 2, 3, 4, 5, 6, 7 അങ്ങനെ പിടിക്കലാണ് നല്ലത്. ഇനി അങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇടവിട്ടാണെങ്കിൽ പിടിക്കാം. ശവ്വാൽ മാസത്തിൽ ഇൻഷാ അല്ലാഹ് തീരുന്നതിന് മുമ്പ് തന്നെ ആ നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇന്നത്തെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇന്നത്തെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടില്ലെങ്കിൽ ഇന്നത്തെ രാത്രി ഇൻഷാ അല്ലാഹ് പതിവ് പോലെ 30ാമത്തെ തറാവീഹ് നമസ്കാരം ഉണ്ടാകും. ഒരുപാട് നേട്ടമുള്ള തറാവീഹ് നമസ്കാരമാണ്. ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടില്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന തറാവീഹ് നമസ്കാരത്തിന് ഒരുപാട് നേട്ടമുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടില്ലെങ്കിൽ റമദാൻ മാസത്തിന്റെ ഈ വർഷത്തെ 2026 5ാമത്തെ റമദാനിലെ 5ാമത്തെ വെള്ളിയാഴ്ച ദിനമായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടില്ലെങ്കിൽ നാളെ വെള്ളിയാഴ്ചയാണ്, റമദാൻ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ഖത്തീബുമാരൊക്കെ ഖുതുബയിൽ ഒരുപാട് കരഞ്ഞ് ദുആരക്കുന്ന, കരഞ്ഞ് സലാം പറയുന്ന ഒരു വെള്ളിയാഴ്ചയായിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിശുദ്ധമായ റമദാൻ നമുക്ക് എല്ലാവർക്കും അനുകൂലമാക്കി തരട്ടെ. നോമ്പെല്ലാം കൃത്യമായി പിടിക്കാനുള്ള അവസരം തരട്ടെ. നമ്മൾ പിടിച്ച നോമ്പ് ഉൾപ്പെടെ എല്ലാ അമലുകളും അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. പെരുന്നാൾ ദിവസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. നാളെ ഇനി അഥവാ പെരുന്നാളാണെങ്കിൽ ഇന്നത്തെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടു, നാളെ വെള്ളിയാഴ്ച പെരുന്നാളാണെങ്കിൽ പെരുന്നാൾ നമസ്കാരമുണ്ട്. അതോടൊപ്പം തന്നെ ജുമാ നിസ്കാരവും നിർബന്ധമാണ് കേട്ടോ. ഉമ്മമാരെ വീട്ടിൽ രാവിലെ പെരുന്നാൾ നിസ്കാരം വീട്ടിൽ തന്നെ 2 റക്അത്ത് നിങ്ങൾ നമസ്കരിക്കുക. പെരുന്നാൾ നിസ്കരിക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഖുതുബയൊന്നും ഓതണ്ട. 2 റക്അത്ത് പെരുന്നാൾ നിസ്കാരം, ചെറിയ പെരുന്നാൾ നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്ന നിയത്തി വെച്ചിട്ട് നിങ്ങൾക്ക് നിസ്കരിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ ഇൻഷാ അല്ലാഹ് ശേഷം നമ്മുടെ ചാനലിൽ ഉണ്ടാകും. എല്ലാവരും അതൊക്കെ കണ്ട് മനസ്സിലാക്കി വെക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ നേട്ടങ്ങളും എല്ലാവിധ സൗഭാഗ്യങ്ങളും അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ പരിശുദ്ധമായ റമദാനിന്റെ നോമ്പിലുള്ള എല്ലാ ന്യൂനതകളും പരിഹരിക്കപ്പെടാൻ നമ്മൾ എല്ലാവരും കൊടുക്കൽ നിർബന്ധമായ ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത്. അപ്പോൾ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് പല സംശയങ്ങളുണ്ട്. ഉസ്താദേ, എപ്പോഴാണ് കൊടുക്കേണ്ടത്, എവിടെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, പിന്നെ അരി എത്രയാണ് അളവ്, പിന്നെ ഏത് സമയം വരെ കൊടുക്കാം, ആർക്കൊക്കെ കൊടുക്കണം, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ സംശയങ്ങൾക്കും നമ്മൾ മറുപടി പറഞ്ഞിട്ടുള്ള ഒരു ഫിത്ർ സക്കാത്തിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾ കാണുക, മറ്റുള്ളവർക്ക് കൂടി അത് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യൂ, നേരെ വീഡിയോയിലേക്ക് പോകൂ.